അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജനാസ ഖബറിൽ വെച്ചതിന് ശേഷം ഖബറിനുള്ളിലേക്ക് അയാളുടെ സഹായിയായി മാതാപിതാക്കൾ എത്തുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇതൊരു കഥ മാത്രമല്ല, ഓരോ മനുഷ്യനും ഒരു നാൾ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യത്തിൻ്റെ നിശബ്ദമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അയാളുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് നാട്ടുകാർ പള്ളിക്കാട്ടിലേക്ക് നീങ്ങുമ്പോൾ ഒരിക്കൽ ചിരിയും ശബ്ദവും നിറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ വീട് ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായി മാറിയിരുന്നു. വാതിലുകളും ജനലുകളും തുറന്നിരിക്കെ പോലും ആ വീട്ടിൽ നിന്ന് ജീവൻ്റെ ഒരു അടയാളവും പുറത്തേക്ക് വരുന്നില്ല. തൻ്റെ ചോരയും നീരും വിയർപ്പുമൊഴുക്കി രാവും പകലും മറന്ന് പടുത്തുയർത്തി ആ കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ ഉമ്മറപ്പടി കിടന്ന് അവസാനമായി പുറത്തേക്ക് പോകുമ്പോൾ അയാളുടെ ആത്മാവ് വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ലക്ഷങ്ങൾ വിലയുള്ള മാർബിൾ പാകിയ തറയിലൂടെ ആത്മവിശ്വാസത്തോടെ നടന്നിരുന്ന ആ മനുഷ്യൻ ഇന്ന് ആ തറയിലൂടെയല്ല യാത്ര ചെയ്യുന്നത്. മറിച്ച് തൻ്റെ ചേതനയറ്റ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് സ്ട്രെച്ചറിൽ കിടത്തിയാണ് അയാളെ കൊണ്ടുപോകുന്നത്. സമ്പത്തും പദവിയും ബഹുമാനവും ഒന്നും ഈ യാത്രയിൽ കൂടെയില്ല. ശരീരത്തോടൊപ്പം കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടത് അവൻ്റെ പ്രവൃത്തികൾ മാത്രമാണ്. എൻ്റെ മക്കളെ, എൻ്റെ സമ്പാദ്യമേ എന്ന് വിളിച്ചു പറയാൻ അയാൾ ആഗ്രഹിച്ചു. തൻ്റെ ജീവിതം മുഴുവനും അർപ്പിച്ച കാര്യങ്ങൾ, തൻ്റെ കൈകളാൽ സമ്പാദിച്ച എല്ലാം ഒരു നിമിഷം കൂടി കൂടെയുണ്ടാകണമെന്ന് അവൻ്റെ ഉള്ളം കരഞ്ഞു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. നാവുണ്ടെങ്കിലും വാക്കില്ല, ഹൃദയമുണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ വഴിയില്ല. മരണത്തിൻ്റെ മൗനം അവനെ പൂർണ്ണമായി കീഴടക്കിയിരുന്നു. പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് ആ ശരീരം താഴ്ത്തിവെക്കപ്പെട്ടു. ഭൂമിയുടെ നെഞ്ചിലേക്ക് ജീവിതത്തിൻ്റെ മുഴുവൻ ഭാരവും വഹിച്ച ആ ശരീരം ഇപ്പോൾ ശൂന്യതയോടെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരായി വിറക്കുന്ന കൈകളോടെ മണ്ണ് വാരിയിട്ടു. മണ്ണ് കൈകളിലെടുക്കുമ്പോൾ അവരുടെ ഹൃദയം വിറക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവസാനം എന്ന ബോധം ഓരോ മണ്ണുതുള്ളിയിലും നിറഞ്ഞു നിന്നു. മുകളിൽ പലകകൾ നിരത്തി. അതിനുശേഷം മണ്ണ് മൂടി. ഒരിക്കൽ ഈ മനുഷ്യൻ ലോകത്ത് മുഴുവനും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അവന് ലഭിച്ചത് 6 അടി മണ്ണ് മാത്രമാണ്. പ്രിയപ്പെട്ടവരുടെ കരച്ചിലുകൾ മെല്ലെ മെല്ലെ അകന്നുപോയി. കണ്ണുനീരിൻ്റെ ശബ്ദങ്ങൾ ദൂരെയായി. ആശ്വാസവാക്കുകൾ അവസാനിച്ചു. ചെരുപ്പടി ശബ്ദങ്ങൾ നിലച്ചു. ഒരാൾക്കൊരാൾ പോലും തിരിഞ്ഞു നോക്കാതെ എല്ലാവരും പള്ളിക്കാട് വിട്ടുകൊണ്ടിരുന്നു. ആ ഖബറിനുള്ളിൽ കട്ടപിടിച്ച ഇരുട്ടും ഭയാനകമായ നിശബ്ദതയും മാത്രം ബാക്കിയായി. വെളിച്ചമില്ല, ശബ്ദമില്ല, സഹായത്തിനായി വിളിക്കാനാരുമില്ല. ലോകം മുഴുവനും അയാളുടെ പിന്നിലായി. അവിടെ ആരംഭിക്കുന്നത് മനുഷ്യനൊരിക്കലും ഒഴിവാക്കാനാവാത്ത യഥാർത്ഥ യാത്രയാണ്. അവൻ്റെ പ്രവൃത്തികൾ മാത്രം കൂട്ടായി വരുന്ന ഖബറിൻ്റെ ജീവിതം. താൻ തനിച്ചായെന്ന് ആ മനുഷ്യൻ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടില്ലാത്ത അയാൾ ഇപ്പോൾ സഹായത്തിനായി ഒരു മുഖം പോലും കാണാനില്ലെന്ന സത്യം മനസ്സിലാക്കി വിറച്ചു. കൈകാലുകളൊന്ന് അനക്കാൻ ശ്രമിച്ചപ്പോൾ കഫം പുതപ്പിൻ്റെ വരിഞ്ഞുമുറുക്കൽ ശരീരമാകെ അയാൾക്ക് അനുഭവപ്പെട്ടു. കൈകൾ ബന്ധിക്കപ്പെട്ടതുപോലെ, കാലുകൾ ചലനരഹിതമായതുപോലെ, സ്വന്തം ശരീരം പോലും തൻ്റെ നിയന്ത്രണത്തിലല്ലെന്ന ബോധം അദ്ദേഹത്തിൻ്റെ ഭയം ഇരട്ടിപ്പിച്ചു. ചുറ്റുമുള്ള മൺഭിത്തികൾ തന്നിലേക്ക് പതിയെ പതിയെ ഇടുങ്ങി വരുന്നത് പോലെ അയാൾക്ക് തോന്നി. ഒരിക്കൽ വിശാലമായ വീടുകളിലും തുറന്ന മുറ്റങ്ങളിലും സ്വതന്ത്രമായി നടന്നിരുന്ന അയാൾ ഇപ്പോൾ ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഭയം അയാളുടെ ശ്വാസം മുട്ടിച്ചു. നെഞ്ചിടിപ്പ് വേഗത്തിലാക്കി. ഭൂമിയിൽ വെച്ച് താൻ സമ്പാദിച്ച കോടികളോ പ്രതാപമോ അധികാരമോ ഒന്നും തന്നെ ഈ ഇരുട്ടിൽ ഒരു നിമിഷം പോലും സഹായിക്കാൻ വന്നില്ല. ആ യാഥാർത്ഥ്യം ഹൃദയത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ, എനിക്ക് പേടിയാകുന്നു. വിങ്ങിപ്പൊട്ടി അയാൾ നിലവിളിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ഒരൊറ്റ വിളിയാൽ ആളുകൾ ഓടിയെത്തിയിരുന്ന ആ ശബ്ദം. പക്ഷേ ആ നിലവിളി 6 അടി മണ്ണിന് മുകളിലേക്ക് ഉയർന്നില്ല. ആർക്കും കേൾക്കാനായില്ല. മറുപടിയും വന്നില്ല. ഖബറിൻ്റെ ഇരുട്ട് ആ ശബ്ദം വിഴുങ്ങിക്കളഞ്ഞു. പെട്ടെന്ന് ഖബറിൻ്റെ ഭിത്തികൾ പിളരുന്നതുപോലെ ഭീകരമായ ഒരു ശബ്ദം അയാൾ കേട്ടു. ഭൂമി തന്നെ നടുങ്ങുന്ന പോലെ ആ ശബ്ദം കേട്ടതോടെ ഭയം അതിൻ്റെ പരമാവധിയിലെത്തി. വിറപ്പിക്കുന്ന ഗാംഭീര്യത്തോടെ മലക്കുകൾ അരികിലെത്തി. അവരുടെ സാന്നിധ്യം തന്നെ ഖബറിനെ ഭാരമുള്ളതാക്കി. ചോദ്യം ചെയ്യലിൻ്റെ സമയം എത്തിയിരിക്കുന്നു എന്ന ബോധം അയാളുടെ ഉള്ളം തകർത്തു. തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും
ഒരു തിരശ്ശീല പോലെ നീങ്ങുന്നതുപോലെ അയാളുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു. ബാല്യം, യൗവനം, സമ്പാദ്യം, മത്സരങ്ങൾ, ജയങ്ങൾ എല്ലാം. അതിനൊപ്പം തന്നെ മറന്നുപോയ പ്രാർത്ഥനകൾ, വൈകിപ്പിച്ച ആരാധനകൾ, അഹങ്കാരത്തോടെ പറഞ്ഞ വാക്കുകൾ, മറ്റുള്ളവരെ വേദനിപ്പിച്ച നിമിഷങ്ങൾ. ഓരോ ഓർമ്മയും കത്തിപോലെ ഹൃദയത്തിലേക്ക് തറച്ചു. ശിക്ഷയുടെ കാഠിന്യമോർത്തപ്പോൾ ഹൃദയം നിലക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. അപ്പോഴാണ് ആ ഭീകരമായ നിശബ്ദതയ്ക്കിടയിൽ ഖബറിൻ്റെ ഒരു മൂലയിൽ നേർത്തൊരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം ഒരു ചെറുതായി മിനുങ്ങുന്ന പ്രകാശമായിരുന്നു. പിന്നെ അത് പതിയെ പതിയെ ശക്തിയായി മാറി. മുഴുവൻ ഖബറിനെയും പ്രകാശപൂരിതമാക്കി. ഇരുട്ട് പിൻവാങ്ങാൻ തുടങ്ങി. അതിനൊപ്പം കസ്തൂരിയെ വെല്ലുന്ന ഒരു മധുര സുഗന്ധം പരന്നു. ഭയത്താൽ വിറച്ചിരുന്ന അയാളുടെ ഹൃദയത്തിൽ ആദ്യമായി ഒരു ശാന്തിയുടെ തുള്ളി വീണു. ശാന്തമായ മുഖമുള്ള ആശ്വാസം നിറഞ്ഞ ഒരു രൂപം അയാൾക്കരികിലെത്തി. ആ മുഖം കണ്ടപ്പോൾ ഇതുവരെ അനുഭവിച്ച ഭയത്തിൻ്റെ കനം അല്പം കുറഞ്ഞതായി അയാൾക്ക് തോന്നി. വിറക്കുന്ന ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, "നീ ആരാണ്?" ആ രൂപം സ്നേഹത്തോടെ പുഞ്ചിരിച്ചു പറഞ്ഞു, "ഞാൻ നിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥനകളാണ്. നീ അവർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളുടെ രൂപമാണ് ഞാൻ." ആ വാക്കുകൾ അയാളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. ലോകത്ത് വെച്ച് ചെറുതായി തോന്നിയ കാര്യങ്ങൾ, മാതാപിതാക്കളെ ആദരിച്ചതും അവർക്കായി ചെയ്ത സേവനങ്ങളും അവരിൽ നിന്ന് ലഭിച്ച ദുആകളും, അവയാണ് ഈ ഇരുട്ടിൽ വെളിച്ചമായി വന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഖബറിൻ്റെ ഭയാനകമായ നിശബ്ദതയ്ക്കുള്ളിൽ ആ സ്നേഹത്തിൻ്റെ രൂപം അയാൾക്കൊരു വലിയ ആശ്വാസമായി മാറി. ആ രൂപം അയാളുടെ ജീവിതം പതിയെ ഓർമ്മിപ്പിച്ചു. ഇരുട്ട് നിറഞ്ഞ ഖബറിനുള്ളിൽ മറന്നുപോയ ഓർമ്മകൾ വെളിച്ചമായി തെളിയാൻ തുടങ്ങി. രാത്രി വൈകി വീട്ടിലെത്തിയാൽ ക്ഷീണിച്ച ശരീരവുമായി നേരെ ഉമ്മയുടെ അരികിലേക്കൂടിയ നിമിഷങ്ങൾ. ഉമ്മ ഉറങ്ങുകയാണെങ്കിൽ പോലും ഉമ്മയുടെ ശ്വാസത്തിൻ്റെ ശബ്ദം കേട്ട് ആശ്വാസം കണ്ട നിമിഷങ്ങൾ. അസുഖബാധിതയായി കിടന്ന ഉമ്മയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ചപ്പോൾ ഉമ്മയുടെ കണ്ണുകളിൽ തെളിഞ്ഞ നന്ദിയുടെയും ദുആകളുടെയും പ്രകാശം. കാഴ്ച മങ്ങിയ ഉപ്പയെ കൈപിടിച്ചു നടന്ന ദിവസങ്ങൾ, ഓരോ ചുവടിലും എൻ്റെ മകനുണ്ട് എന്ന ആത്മവിശ്വാസം ഉപ്പയുടെ മുഖത്ത് വിരിഞ്ഞിരുന്ന ആ ദിനങ്ങൾ. ആ രൂപം സ്നേഹത്തോടെ പറഞ്ഞു, അവർക്ക് നൽകിയ ഓരോ തുള്ളി മരുന്നും, ഓരോ ഉറക്കമില്ലാത്ത രാത്രിയും, ഓരോ നിശബ്ദ സേവനവും ഇന്ന് നിനക്ക് കാവലായി മാറിയിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ചെറുതായി തോന്നിയ സേവനങ്ങൾ ഇന്ന് ഭാരം കൂടിയ കവചമായി മാറിയെന്ന സത്യം അയാളുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞുകൊണ്ടിരുന്നു. അവൻ മനസ്സിലാക്കി, ലോകം കൈയടിച്ച വിജയങ്ങളല്ല, മാതാപിതാക്കളുടെ കണ്ണീരില്ലാത്ത രാത്രികളാണ് തൻ്റെ യഥാർത്ഥ സമ്പാദ്യമെന്ന്. അതിനിടയിൽ വിറപ്പിക്കുന്ന ഗാംഭീര്യത്തോടെ മലക്കുകൾ വീണ്ടും സമീപിച്ചു. ചോദ്യം ചെയ്യലിൻ്റെ ഗൗരവം വീണ്ടും അന്തരീക്ഷം നിറച്ചു. അപ്പോൾ ആ പ്രകാശം അയാളുടെയും മലക്കുകളുടെയും മധ്യേ കവചമായി നിന്ന് ശാന്തവും ഉറച്ചതുമായ സ്വരത്തിൽ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർഗവാതിൽ തുറക്കുന്ന താക്കോലുണ്ട്, മാതാപിതാക്കളുടെ തൃപ്തി. ആ വാക്കുകൾ മുഴങ്ങുമ്പോൾ ഖബറിലെ ഭാരത്വം ലഘുവായി കുറഞ്ഞു. മലക്കുകൾ ആദരവോടെ മാറി നിന്നു. ഭയം മുഴുവനും പിൻവാങ്ങി. ഇരുട്ട് പിരിഞ്ഞുപോയി. ഖബർ പതിയെ സ്വർഗ പൂന്തോപ്പായി മാറി. വിശാലമായ പൂന്തോട്ടം വിരിഞ്ഞു. നിറഞ്ഞ പൂക്കൾ, കസ്തൂരിയ വെല്ലുന്ന സുഗന്ധം, തണുത്ത കാറ്റ്, എല്ലാം ഒരുമിച്ച് അനന്തമായ സമാധാനമായി ഒഴുകി. ശ്വാസം എടുക്കുന്നത് പോലും പ്രാർത്ഥന പോലെ തോന്നുന്ന ഒരു ശാന്തി. 6 അടി മണ്ണിനടിയിൽ ആ മനുഷ്യൻ നിത്യനിദ്രയിലായിരുന്നു, മനസ്സു ശാന്തമായി, ഹൃദയം ഭാരമില്ലാതെ. ഈ കഥ നമ്മെ നിശബ്ദമായി പഠിപ്പിക്കുന്നത് അതാണ്. ഏറ്റവും വലിയ നിക്ഷേപം സമ്പത്തല്ല, മാതാപിതാക്കളുടെ കണ്ണുകളിലെ പുഞ്ചിരിയാണ്. ഭൂമിയിലെ സ്വർഗമാണ് മാതാപിതാക്കൾ. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ സ്വർണത്തെ പോലെ കരുതുക, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സേവനത്തോടെ. കാരണം അവരാണ് നമ്മുടെ പരലോകത്തെ പ്രകാശിപ്പിക്കുന്ന വഴി. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നാളെ സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.